എറണാകുളം കളമശ്ശേരിയിലെ ജുവലറി മോഷണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ജുവലറിയിൽ നിന്ന് മാല കവർന്ന സഹോദരങ്ങളെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളായ തോമസ്, മാത്യു എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, ഈ കളമശ്ശേരിയിലെ ജുവലറിയിൽ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹെൽമെറ്റ് ഇട്ടു വന്ന മോഷ്ടാവ് മാല എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. ഇപ്പോൾ ഈ ആരൊക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഈ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ? എന്തായിരുന്നു മോഷണത്തിന്റെ ലക്ഷ്യം? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ടോളിന് സമീപത്തുള്ള ജ്വല്ലറിയിൽ ആ സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്കാണ് ഹെൽമറ്റ് ധരിച്ച ഈ കേസിലെ ഒന്നാം പ്രതി തോമസ് എത്തിയത്. തോമസ് എത്തി കയ്യിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ ആ സ്ത്രീയുടെ മുഖത്തടിച്ച ശേഷം അവിടെ ഷോക്കേസിൽ ഉണ്ടായിരുന്ന മാലയുമായി കടന്നു കളയുകയായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു അപകടം സംഭവിക്കുകയും തോമസിനെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസ് പിടികൂടുകയും ചെയ്തു. പിറ്റേ ദിവസം തോമസിന്റെ സഹോദരനായ മാത്യുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും നിലമ്പൂർ സ്വദേശികളാണ്. അവിടെയും ഇവർക്ക് മോഷണ കേസുകൾ ഉണ്ട്. ഈ തൊട്ട് തലേദിവസം, അതായത് ഈ മോഷണം നടക്കുന്ന തലേദിവസം മറ്റൊരു ബൈക്ക് മോഷണം നടത്തിയിട്ടാണ് ഈ പ്രതികൾ കളമശ്ശേരിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഒരു ട്വിസ്റ്റ്, ഈ ഇവര് മോഷ്ടിച്ചു കൊണ്ടുപോയ മാല അത് ഈ മോഡൽ മാലയായിരുന്നു. മറ്റു മാല നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്ന ഒരു മോഡൽ മാലയായിരുന്നു. 8000 രൂപ മാത്രമാണ് വില. സ്വർണ്ണമാല എന്ന് കരുതിയാണ് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയതെങ്കിൽ പക്ഷെ അത് സ്വർണ്ണമാലയല്ലായിരുന്നു. എന്നാലും പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മറ്റ് കേസുകളിൽ കൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് കളമശ്ശേരി പോലീസ് ഇപ്പോൾ പോകുന്നത്. നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജിക്ക് ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.